ശ്രീ എ കെ ഷാനിബ് താങ്കളോട് ചോദിച്ചു വന്നത് ഇതായിരുന്നു. അതായത് ഇവിടെ ഏറ്റവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിരവധി പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. താങ്കൾക്ക് പോലും വ്യക്തിപരമായി അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അത്തരം പരാതികൾക്ക് മേലൊക്കെ പിതൃവാത്സല്യത്തിൽ അടയിരുന്ന ആളാണ് ഇപ്പോൾ ഏതോ പുതിയ സംഭവം പോലെ ഇയാളെ തള്ളിപ്പറയാനായി ശ്രമിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ കാണുന്ന പ്രവൃത്തികളിലും മനസ്സിലാവും. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തോ? അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി വാദിച്ചത്, ശ്രീ എ കെ ഷാനിബ്. അല്ല, എന്റെ സുഹൃത്തായിട്ടുള്ള ദുൽക്കിഫിൽ ഇങ്ങനെ ഒരു ഇതുപോലെ ഒരു ഒരു സൈക്കോപാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് വാദിക്കേണ്ടി വരുന്നതിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതിനുശേഷം കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം മറ്റൊരു യുവതിയും സമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഒരു നടപടി എന്ന് പറഞ്ഞാൽ 150 ഭാരവാഹികളെ നയിക്കുന്ന ഒരാളെ ആ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആയി അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ പരാതി ഇതിനു മുമ്പ് തന്നെ ഒരു പിതാവിനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു നടപടി ഉണ്ടായില്ല. എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് അത് പറയേണ്ടി വന്നു എന്ന് ഒരു പെൺകുട്ടി വളരെ കണ്ഠമിടറിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരാൾ, ജനപ്രതിനിധിയായ ഒരാൾ, അയാൾക്ക് മുമ്പിൽ പോയി ഒരു പരാതി പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ പരാതി പറഞ്ഞതിന് ശേഷവും അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നു. അയാളെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ MLA സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു. എങ്ങനെയാ മത്സരിപ്പിക്കുന്നത്? അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും അവിടുത്തെ DCC ഈ സ്ഥാനാർത്ഥിയല്ലാത്ത മറ്റാരുമായിക്കൊള്ളട്ടെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് കത്തെഴുതി കൊടുത്തിട്ടും മുരളീധരനെ പോലെ ഒരു നേതാവ് ഇത് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ പരിഗണിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടും എല്ലാവരും എതിർത്തിട്ടും ഷാഫി പറമ്പിലും VD സതീശനും കൂടി VD സതീശന്റെ മകളെ പോലെയുള്ള ഒരാൾ പരാതി കൊടുത്ത ഒരാളെ തന്നെ അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് നെറുകയിൽ ഉമ്മ കൊടുക്കുകയാണ്. ഈ പറയുന്ന മകളെ പോലെയുള്ള ഒരാൾ പരാതി പറഞ്ഞതിന് ശേഷം ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് മിടുക്കനാണ് എന്ന് പറഞ്ഞ് നെറുകയിൽ ഉമ്മ വെക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. അപ്പൊ എന്താണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അയാളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറഞ്ഞ പരാതിക്ക് അച്ഛനെ പോലെ എന്താണ് അച്ഛനെ പോലെ ചെയ്തത്, ആരോടും പറയണ്ട, ഒളിപ്പിച്ചു വെച്ചോ എന്ന് പറഞ്ഞു, അതാണോ ചെയ്തത്? അല്ലെങ്കിൽ ആ പരാതി പറഞ്ഞയാളെ, ആർക്കെതിരെയാണോ പരാതി, അയാളെ പിടിച്ച് പ്രസിഡന്റും MLA ആക്കി എന്നാണോ? അന്ന് ഉമ്മൻചാണ്ടി വിഭാഗമാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നയാൾ. അതിനെയും മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ താല്പര്യവും VD സതീശന്റെ അധികാരമോഹവും ചേർന്നാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇയാൾ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ ഒരു കാരണവശാലും പാലക്കാട് രാഹുൽ സ്ഥാനാർത്ഥിയാകരുത് എന്ന് ആവശ്യപ്പെട്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഞങ്ങൾ മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞ് ഈ സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരുന്നത്. VD സതീശൻ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ അടുത്ത് ആരും പരാതി പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതുവരെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ റിനി തന്നെ പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന മറ്റൊരു പരാതി 2022 ഫെബ്രുവരി 9 ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക, ഇപ്പോഴും കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു സഹോദരി, ആ സഹോദരി അവർക്കുണ്ടായ ഒരു പ്രശ്നം, ഇതുപോലെ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പരാതി. ആ പരാതി നിരവധി തവണ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു സംസാരത്തിനിടയിൽ അവർ പറയുക, ഞാൻ ഷാഫി പറമ്പിലിന് നിരവധി തവണ പരാതി കൊടുത്തിട്ടും എനിക്കൊരു പരിഹാരം ഉണ്ടായില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണും, ഞാൻ കോൺഗ്രസിലുള്ള സമയമാണ്,
2022 ഫെബ്രുവരിയിലാണ്. ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ നേരിട്ട് പോയി കാണൂ എന്ന് പറഞ്ഞ് അവർ നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടു. രേഖാമൂലം പരാതി കൊടുത്തു, പരാതി മുഴുവൻ വായിച്ചു. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാനാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും, ഒരു പേടിയും പേടിക്കേണ്ട, ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ, ആ യുവതി തിരിച്ചയച്ചിട്ട് ഇതുവരെ, ഈ നിമിഷം വരെ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ആ വിഷയത്തിൽ ഒരു വിളിച്ച് ചോദിക്കലോ ഒരു താക്കീത് കൊടുക്കലോ, നേരത്തെ പറഞ്ഞു വിളിച്ച് താക്കീത് കൊടുക്കുന്നൊക്കെയാ പറഞ്ഞത് ദുൽക്കിഫിൽ. ഒരു താക്കീത് കൊടുക്കലും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അയാൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാണം കെട്ട ഒരവസ്ഥ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നേരത്തെ ഒരുപാട് കേസുകളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു 35-36 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, MLA ആയിരിക്കുന്ന ഒരാൾ, MLA ആയതിനു ശേഷവും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനു മുമ്പും നിരവധി തവണ, ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രണയം ഉണ്ടാകുന്നു, ആ പ്രണയം തകരുന്നു, അതിലൊരു പരാതി ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളെ മറ്റൊരു ലക്ഷ്യത്തോടു കൂടി മറ്റൊരു താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിന്റെ ഭാഗമായി അവർക്കുണ്ടാകുന്ന അവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അതിനെ തീർത്ത് കളയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ക്രൂരമായ, അതിക്രൂരമായ ഒരു ഒരു മനുഷ്യനും ഒരിക്കലും ഒരു മലയാളിക്കോ സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരകൃത്യം ചെയ്ത ഒരാളെ വീണ്ടും അവിടെ MLA ആയി തുടരാൻ ഇവർ അനുവദിക്കുകയാണ്.